ഇനിയിവിടെ ഇബിലീസുമായി ബന്ധപ്പെട്ടൊരു ചർച്ച മാലിക് സലഫി എന്ന ഇതൊക്കെ ഇവിടെ നടന്നതാണ്. മാലിക്കുൽ മുൽക്കും അർശിൻ്റെ അധിപനും ഇബിലീസിൻ്റെ സംഭവം ഒക്കെ ഇവിടെ നടന്നതാ. പക്ഷെ അതൊന്നും കൊണ്ടുവരാൻ ഇന്നലെ വന്ന തോക്ക സക്കാഫിക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് കഴിഞ്ഞില്ല? എങ്ങനെ ചെയ്യാനാണ്? ഇതൊക്കെ പറഞ്ഞാൽ പേരോണ്ണ തള്ളേണ്ടി വരൂലേ? ഇയാളും ആ വിശ്വാസത്തിലാണല്ലോ. ഒന്ന് കേട്ടോളൂ സലഫിന്റെ അടുത്ത പ്രസംഗം. മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അല്ലാഹു ലഅനത്ത് ചെയ്തിരിക്കുന്നു, അവന് നരകമുണ്ടെന്നും അവനെയും അവന്റെ കൂട്ടാളികളെയും അല്ലാഹു നരകത്തിലേക്ക് എറിഞ്ഞിരിക്കുന്നു എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. പക്ഷെ ആ ഇബ്ലീസിനെ കുറിച്ച് ഈ ഒരു ചെങ്ങായി പഠന പാട്ട് കേട്ടോളൂ നിങ്ങൾ. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ, ഉന്നതരാം കേമ മലായികത്തിൻ ഗുരുവാക്കും. വേണ്ടി വന്നാൽ ഇബ്ലീസും മടവൂരിൻ കൊടിയത് ചൂടും മോനെ, വേണമെങ്കിൽ അവനെ പഴയതുപോലെയാക്കും മടവൂർ, ഉന്നതരാം കേമ മലായികത്തിൻ ഗുരുവാക്കും. എന്താ പറഞ്ഞു? വേണമെങ്കിൽ ഇബ്ലീസിനെയും നന്നാക്കിയിട്ട് മലായിക്കത്തിന്റെ ഗുരുവാക്കി മാറ്റും. ആര്? സി എം മടവൂര്. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഇബ്ലീസിനെ നന്നാക്കണ്ട, മനുഷ്യന്മാരെ കേടുവരുത്താൻ. മനസ്സിലായി? മനുഷ്യന്മാരെ തൗഹീദിന് കേടുവരുത്താൻ. ഞങ്ങൾ പറഞ്ഞതുപോലെ നിന്നാ ഒക്കത്തിനും നന്നാക്കി തരാം. ഞങ്ങളെ മശായിഖന്മാരെ സമീപത്ത് വന്ന് അവരെ സൊഫിൽ വരാൻ തയ്യാറുണ്ടോ? വേണ്ടി വന്നാൽ എന്ന് പറഞ്ഞത് കറക്റ്റാ. ഓ ഭയങ്കര ചർച്ച. അള്ളാഹിന്റെ ഖുർആനിൽ ലഈനാണെന്ന് പറഞ്ഞ ആളാണ്. ഇബ്ലീസിന്റെ സംഭവം തന്നെ അവർക്ക് അറിഞ്ഞൂടാ. ഇവിടെ എന്താ ചർച്ച ചെയ്യുന്നത്? അത് റിഫായി മാലിയിലുണ്ടൊരു വാക്ക്, അത് ഫൈസൽ മുസ്ലിയാരൊന്ന് ഇടപെട്ടോട്ടെ. അടുക്ക് മുമ്പത്തെ പ്രസംഗമാണ്, വന്നോട്ടെ. ചെല്ലാൻ പറ്റുമോ? കഴിഞ്ഞില്ല. ഇബ്ലീസാവരെ ചതിഫാനായി ചെന്നാരെ ഇഫ്ഫൽനി എന്നെ തുടരുന്ന് ചൊന്നോവർ. ഇബ്ലീസ് വന്നു എന്തിന്? റിഫായി ശൈഖിനെ ചതിക്കാൻ. റിഫായി ശൈഖിനെ ചതിക്കാൻ വേണ്ടി ഇബ്ലീസ് വന്നു. വന്നപ്പോൾ റിഫായി ശൈഖിന്റെ ഓർഡർ തൽക്കാലം എന്റെ മുറിയിലേക്ക് പോന്ന നിവൃത്തിയില്ല. അങ്ങനെ ഇബ്ലീസ് റിഫായി ശൈഖിനെ തുടർന്നു. റിഫായി ശൈഖിന്റെ മുരീദായി മാറി ഇബ്ലീസ് എന്നാണ് ഈ പറയണത്. ഇബ്ലീസിനെ പിടിച്ചിട്ട് തന്റെ മുരീദാക്കി എന്നെ തുടർന്നു. ഇപ്പോൾ നീ എന്നെ തുടരുന്ന് ചൊന്നോവർ, ഇപ്പൊ എന്നെ തുടരാൻ വേണ്ടത് എന്ന് പറഞ്ഞ് തന്നെ തുടരുന്ന ആളാക്കി മാറ്റി. മാത്രമല്ല തുടർന്നാലോ എങ്കിലോ നിന്നെ ഞാൻ അവൽ മഖാമതിൽ ആക്കുവാൻ എന്ന് കരുതി പറഞ്ഞോവർ. എന്റെ മുറിയിലായിട്ട് നീ മാറുകയാണെങ്കിൽ നിന്റെ പഴയ സ്ഥാനം ഞാൻ തിരിച്ചു തരാം എന്ന് ഇബ്ലീസിനോട് റിഫായി ശൈഖ് പറഞ്ഞു. പണ്ടത്തുണ്ടല്ലോ അല്ലാഹ് ശപിക്കുന്നതിന് മുമ്പത്തെ സ്ഥാനം, ആ സ്ഥാനം ഞാൻ തിരിച്ചു തരാം. എന്തായാ മതി? നിന്റെ ത്വരീഖത്തിന് നീ മുരീദായി കൂടിയാ മതി. അപ്പൊ റിഫായി ത്വരീഖത്തിന് ഇബ്ലീസിന് മെമ്പർഷിപ്പ് കൊടുക്കാൻ തയ്യാറാണ്. ഓഫർ ആ മെമ്പർഷിപ്പ് ഇതൊക്കെ ഒരേ ലെവലാ. ഇവിടെ വന്ന് ആദ്യം മാലിക് സലഫിന്റെ പ്രസംഗം ഞാൻ വിട്ടെന്ന്, അതിൽ മടവൂര് ശൈഖുനായെ കുറിച്ചൊരു പാട്ടുകാരൻ പാടിയ പാട്ടിടുന്നു, എന്നിട്ട് അതിനെ വിമർശിക്കുന്നു. അതേ മൗലവിമാർ, അവന്റെ ഹെഡ് ഫൈസൽ മൗലവി റിഫായി മാലെടുക്കുകയാണ്. അതിലിങ്ങനെ ഇബ്ലീസവരെ ചതിഫാനായി ചെന്നാരെ ഇഫൽ നീ എന്നെ തുടരുന്ന് ചൊന്നോവർ, എങ്കിലോ നിന്നെ ഞാൻ അവ്വല് മഖാമതിൽ ആക്കുവാനെന്ന് കരുതി പറഞ്ഞോവർ. പിന്നെ ഓൻ്റെ വകയിൽ കൂട്ടിയതാണ് ഇബ്ലീസ് മുരീദായി എന്നൊക്കെ. അതിൽ ഓൻ്റെ മുരീദായി ഉണ്ടാവും. ഓരോന്നിനും ഓരോന്ന് തോന്നലാണല്ലോ. ഇവിടെ എന്താ സംഭവം എന്നറിയങ്ങൾ? ഇവരെ അധികാരമാണ് ഇവിടുത്തെ വിഷയം. ആരധികാരം? മശായിഖിന്റെ അധികാരം. വേണ്ടി വന്നാൽ അതാ ഇബ്ലീസ് ചതിക്കാനാ പോയത്. ചതിക്കാൻ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഇതൊന്നും ഇവിടെ നടക്കൂല മോനെ, ഇതങ്ങനെ ഒരാളെ കണ്ട് ചതിക്കപ്പെടുന്ന സ്ഥലമല്ല, ഇത് റിഫായി ശൈഖിന്റെ ഹദറത്താണ്. അതുകൊണ്ട് ഈ ഇബ്ലീസാന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ, അതാ പറഞ്ഞു, വേണമെങ്കിൽ എന്നെ തുടർന്നോളൂ. അമ്രാണ്, തുടർന്നോളൂ. തുടർന്നാലോ അവ്വൽ മഖാമിൽ ഞാൻ എത്തിച്ചേരാം. തുടരാനൊരു തൗഫീഖ് ഓനുണ്ടായാൽ മതി. അപ്പൊ റിഫായി മാലയിൽ പറയുന്നു, അത് തന്നെ മൗലവി പറഞ്ഞു. ഇനി എ പി സമസ്ത ഇതേ പാട്ടിട്ട് വിമർശിക്കണോ കിട്ടോ? ഒരേ കമ്പനി പോലും വ്യത്യാസമല്ല. ചില മരുന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോൾ കമ്പനി വ്യത്യാസം ഉണ്ടല്ലോ, അതുപോലും ഇല്ല ഇവിടെ. ഒരേ സാധനം.
അടുത്ത വരട്ടെ. കൊണ്ട് കമന്റുകൾ എഴുതുകയാണ്. വിശ്വാസികളുടെ പാവപ്പെട്ടവരുടെ ഈമാൻ കവർന്നെടുക്കുന്നു. ഇപ്പൊ പുതിയ പാട്ട് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അതേ സംഭവം, അതേ പാട്ട് മാലിക് സലഫി പടട്ട പോലെ, ഇഫായി മാല ആര് പറഞ്ഞ പോലെ, ഫൈസൽ മൗലവി പറഞ്ഞ പോലെ തന്നെ പോലൊക്കെ. ഇയാൾ മാത്രമല്ല, ഒരുപാടെണ്ണം വന്നു. വാഴക്കുളത്തുള്ള എങ്ങായി വരെ വന്നു. എന്താ പോലെ വിഷയം? ഓല് പറയുന്നത് അങ്ങനെ ഒരു സംഭവമല്ല, അത് അസംഭവ്യമാണ്. അയാളെ വാദം അതാണ്, അസംഭവ്യമാണ്. അസംഭവ്യമാണ് പറഞ്ഞ റിഫായിമാല പ്രശ്നവും. നീ എന്നെ തുടരൂന്നാ പറഞ്ഞേ. അമ്രാണ്, അമ്രായ കാര്യം സാധ്യമായതിലേ ഉണ്ടാവൂ. എന്താ വാദം എന്നൊന്ന് കൃത്യമാക്കുക. മദനി ഒന്ന് വന്നോട്ടെ. ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ എന്റെയും നൗഷാദിന്റെയും വാദം, നൗഷാദ് പറയുന്നത് ഇബിലീസ് അടക്കം ഏതൊരു ശൈത്വാനും തൗബ ചെയ്യുക, നന്നാവുക, മുസ്ലിം ആവുക എന്നത് മുംകിനായ കാര്യമാണെന്നാണ്. എന്ന് പറഞ്ഞാൽ അത് നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അസംഭവ്യമാണ്, മുഹാലാണ് എന്ന് പറയേണ്ടതില്ല എന്നാണ്. എന്നാൽ എൻ്റെ വാദം, ഇബിലീസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അവൻ ഒരിക്കലും മുസ്ലിം ആവുകയില്ല. അത് മുഹാലാണ്, അസംഭവ്യമാണ്. ഇനി നൗഷാദ് കൊണ്ടുവന്ന അപ്പോ വാദം മനസ്സിലായല്ലോ. ഇത് തന്നെയാണ് വഹാബികളെയും വാദം. എന്നാൽ പ്രമാണങ്ങൾ എവിടെ നിൽക്കുന്നു എന്ന് നോക്കാം. നമ്മൾ ഒരുപാട് പ്രമാണങ്ങൾ നേരത്തെ പഠിപ്പിച്ചിരുന്നു. എന്താ ആദ്യം പഠിപ്പിച്ചത്? ശൈത്താൻ എല്ലാവരുടെ സമീപത്തുണ്ട് എന്ന് മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ ശൈത്താൻ മുസ്ലിമായി, മുത്തു റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ശൈത്താൻ മുസ്ലിമായി. ആ ശൈത്താനാണെങ്കിലോ ഇബ്ലീസിൻ്റെ നേരെ സന്താന പരമ്പരയിൽ വരുന്ന ആളുമാണ്. അപ്പൊ തത്തഖിദൂനഹു വദുരിയതഹു എന്ന് ചോദിച്ചത് തന്നെ, എന്നെയും എൻ്റെ സന്താന പരമ്പരകളെയും നിങ്ങൾ ഔലിയാക്കളെ സഹായികളാക്കുകയാണോ? അവർ നിങ്ങളുടെ ശത്രുവാണ്. മാത്രല്ല, ഹാമത്തുബിന് ഇബിലീസ് എന്ന ഇബിലീസിൻ്റെ പേരക്കുട്ടി പോയി നൂഹ് നബിൻ്റെ സദസ്സിൽ വന്ന് മുസ്ലിമായ കഥ നമ്മൾ ഉദ്ധരിച്ചു. അത് സ്വഹിയല്ല എന്നൊക്കെ പറഞ്ഞു നോക്കി, തെളിവ് നമ്മൾ ഉദ്ധരിച്ചു, ഹസനാന്ന് രേഖപ്പെടുത്തി. ഒന്നും പറയാനില്ലാത്ത അവസ്ഥയിൽ മാറി. ഇനി നോക്കിട്ടോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇവിടെ ഇവർ മശായിഖിന്റെ മാത്രമല്ല അള്ളാഹുവിൻ്റെ കഴിവിനെയും ചോദ്യം ചെയ്യുകയാണ്. എന്താ അള്ളാഹിൻ്റെ കഴിവ്? നോക്കൂ നിങ്ങൾ, ചില കിതാബുകൾ മാത്രം, എൻ്റെ ഇബാറത്ത് മാത്രം വായിക്കാം. ഹിജ്റ 281 വഫാത്തായ ഇബ്നു അബിദ്ദുന്യ തങ്ങൾക്ക് മക്കായിദു ശൈത്താൻ എന്നൊരു കിതാബുണ്ട്. ആ കിതാബിൽ കാണാം സംഭവം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ കപ്പലിൽ കയറിയപ്പോൾ ഇബ്ലീസ് അവിടെ വരികയാണ്. ഇബ്ലീസും നൂഹ് നബിയും തമ്മിൽ സംഭാഷണം നടക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇബ്ലീസ് ചോദിക്കുന്നു, ഫമാ അസ്നഉ, ഞാൻ എന്ത് ചെയ്യും? ഖാല ലഹു തതൂബ്. വളരെ കൃത്യമാണ്. 281 വഫാത്തായ ഇബ്നു അബിദ്ദുന്നയുടെ കിതാബ്. അതില് മഹാനരായ നൂഹ് നബി പറയാണ്, വഴിയുണ്ട്, ഇജ്ജ് തൗബ ചെയ്യണം. മുഹാലായ അസംഭവ്യായ സംഭവമാണെങ്കിൽ നൂഹ് നബി പറയോ? ഖാല, ഇബ്ലീസ് പറഞ്ഞു, ഫസൽ റബ്ബക അസ്സ വജല്ല ഹൽ ലീ മിൻ തൗബ, ചോദിക്കൂ അങ്ങയുടെ റബ്ബിനോട് എനിക്ക് തൗബയുണ്ടോ? ഫദഅ നൂഹ് റബ്ബഹു, നൂഹ് നബി അലൈഹിസ്സലാം റബ്ബിനെ വിളിച്ചു. ഫഔഹല്ലാഹു ഇലൈ, അല്ലാഹു വഹി അറിയിച്ചു, അന്ന തൗബതഹു അൻ യസ്ജുദ ലിഖബ്രി ആദം. അന്ന തൗബതഹു, അർത്ഥങ്ങൾ വെച്ചാൽ കൃത്യമായി. അല്ലാഹ്ക്കും പറയാൻ പാടില്ല. അത് അല്ലാഹ് പറയാണ് എന്ത്? അന്ന തൗബതഹു, ഇബ്ലീസിന്റെ തൗബ, അൻ യസ്ജുദ ലിഖബ്രി ആദം, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് സുജൂദ് ചെയ്യലാണ്. അപ്പൊ തൗബ ഉണ്ട്, അത് മുംകിനാണ്. ഇബ്ലീസ് ചെയ്തോ ഇല്ല എന്നുള്ളതല്ല, ഓന് തൗഫീഖ് ഉണ്ടായില്ല, അത് വേറെ കാര്യം. അതാ ഇമാം ഷഹറാനി തങ്ങളൊക്കെ പറയുന്നത്, ഓന് അവസരങ്ങൾ കിട്ടി, പക്ഷെ ഓന് തൗഫീഖ് ഇല്ലാതെ പോയി. മനസ്സിലാക്കണം നിങ്ങൾ. അപ്പൊ ഇതിന് തൗബത്ത് അള്ളാന്റെ അള്ളാഹ് പറഞ്ഞ ലഫ്ള് നേരെ ഹദീസിൽ അന്ന തൗബതഹു അൻ യസ്ജുദ ലിഖബ്രി ആദം. ഇനി ഇതേ സംഭവം മൂസാ നബി അലൈഹിസ്സലാം
പോവുകയാണ് തൗറാത്തിന്. അതേ കിതാബിൽ 281 വഫാത്തായ ഇബ്നു അബിദ്ദുന്യയുടെ ഗ്രന്ഥത്തിൽ അതിൽ കാണാം, മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹിനോട് ചോദിക്കുന്നു, ഇബ്ലീസിന് തൗബ ചെയ്യണമെന്നുണ്ട്, എന്താണ് വഴി? അപ്പൊ പറയുന്നു, അവനോട് പറയൂ, ആദം നബി അലൈഹിസ്സലാമിന്റെ ഖബറിന് പോയി സുജൂദ് ചെയ്യാൻ പറയൂ, അവന് ഞാൻ പൊറുക്കാമെന്ന് അള്ളാഹു പറയുന്നു. പരിഫായിമാല മാത്രമല്ല നിങ്ങൾ ചോദ്യം ചെയ്തത്, മടവൂർ ശൈഖുനായുടെ പാട്ടിനെയല്ല ചോദ്യം ചെയ്തത്, അള്ളാനെ തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഈ സംഭവം എത്ര കിതാബിലുണ്ട്? ഞാൻ പറഞ്ഞില്ലേ, തംബീഹുൽ ഗാഫിലീൻ ഹിജ്റ 373 വഫാത്തായ അല്ലാമ സമർഖന്ദിയുടെ ഗ്രന്ഥം, താരീഖു ദിമഷ്ക് 571 വഫാത്തായ ബഹുമാനപ്പെട്ട ഇബ്നു അസാക്കിർ തങ്ങളുടെ ഗ്രന്ഥം അൽ കശ്ഫ് വൽ ബയാൻ 427 വഫാത്തായ ഇമാം അഹ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം അസ്തഅലബി തങ്ങളുടെ തഫ്സീർ ആഖാമുൽ മർജാൻ ഫീ അഹ്കാമിൽ ജാൻ ഹിജ്റ 769 വഫാത്തായ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ശിബിലി തങ്ങളുടെ ഗ്രന്ഥം അദ്ദുറുൽ മൻസൂർ ഇമാം സുയൂത്തി ഹിജ്റ 911 വഫാത്ത് ഇബ്നു മഹാനായ അബ്ദുർ റഊഫുൽ മുനാബി തങ്ങളുടെ ഗ്രന്ഥം. ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ എത്ര കിതാബിലാണ് ഇതൊക്കെ പറഞ്ഞത്. ഇനി അവിടെ റൂഹുൽ ബയാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞു, വഫീഹി ഇശാറത്തുൻ ഇലാ അന്ന സജദത ലി ആദം വഹുവ മഖ്ബൂർ കസ്സജദതി ലഹു വഹുവ ഗൈറു മഖ്ബൂർ. അതാണ് അതിന്റെ തത്വം. ആദം നബി അലൈഹിസ്സലാം ഖബറിലായിരിക്കെ ആദം നബിക്ക് സുജൂദ് ചെയ്യുന്നത് ഹയ്യായ അവസ്ഥയിൽ സുജൂദ് ചെയ്തത് പോലെയാണ്. കാരണം ഇതിൽ അംബിയാഉ അലൈഹിസ്സലാം അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അമ്പിയാക്കന്മാര് മരിക്കൂല. അപ്പൊ ആദം നബി ഖബറിൽ ഹയ്യാണ്, അവിടെ പോയി സുജൂദ് ചെയ്യലാണോ അവന്റെ തൗബ? അത് ചെയ്യിക്കണമെങ്കിൽ ആള് വേണം. ആ ആളാണ് ശൈഖ് റിഫാഇ, ആ ആളാണ് ശൈഖ് മടവൂർ, ആ ആളാണ് ശൈഖ് മദനി. ഔലിയാക്കളുടെയും അള്ളാന്റെയും കഴിവിനെ ചോദ്യം ചെയ്തിട്ട് നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? അള്ളാഹ് പറയാ തൗബണ്ട്, മുഹാലാണ് എന്നാണ് ഇവർ പറയുന്നത്. അതേ സമയത്ത് റൂഹുൽ ബയാൻ ഒന്നുകൂടി പറഞ്ഞു, വശൈത്വാനുർ റജീം വഫല അൻ ഹാദാ, അവസരങ്ങളും സാധ്യതയും കിട്ടിയിട്ടും അവൻ അതിൽ നിന്നൊക്കെ അശ്രദ്ധനായി പോയി, അതുകൊണ്ട് തന്നെ അവന് തൗഫീഖ് ഉണ്ടായില്ല എന്ന് ഇമാം ബഹുമാനപ്പെട്ട ഇസ്മാഇലുൽ ഹിഖി തങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ സംഭവിച്ചിട്ടില്ല എന്നതൊരു കാര്യം, അതാണ് ഇമാം ഷഅറാനി തങ്ങളൊക്കെ പറഞ്ഞത്. അതേ സമയത്ത് മുംകിനാണ്, സാധ്യതയുണ്ട്. വളരെ കൃത്യമായി ഇമാമിങ്ങൾ എഴുതി വെച്ചു.